എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. MG യൂണിവേഴ്സിറ്റി എന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് MG യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരിക്കുകയാണ്. ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഗൂഗിളിലോ ക്രോമിലോ കയറി MG യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CUFIUGP എന്ന ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UGCAP എന്ന ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ നിങ്ങൾക്ക് അവിടെ വരും. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റും കൂടി ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും, നിങ്ങൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. മാൻഡറ്ററി ഫീ അടയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുക മാത്രമല്ല പിന്നീടുള്ള യാതൊരു അലോട്ട്മെന്റ് നടപടിക്രമങ്ങളിലും നിങ്ങളെ പരിഗണിക്കുകയുമില്ല. അതുമാത്രമല്ല, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചു കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുകയും ശേഷം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകുകയും ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.